കഴിഞ്ഞ ദിവസം കോടതി നടപടിക്കിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് കോക്രോച്ചിനോട് ഉപമിച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. പിന്നീട് എക്സിൽ ഇത്തരത്തിൽ കോക്രോച്ചിനെ യുവാക്കളെ ഇങ്ങനെ ഉപമിച്ചതിനെതിരെ പ്രതിഷേധം എന്ന വണ്ണം കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പേജ് തുടങ്ങുകയുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിരുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള തൊഴിൽ കിട്ടാത്ത തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിൽ കിട്ടിയിട്ട് പ്രൊമോഷനൊന്നും കിട്ടാത്ത യുവാക്കളാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ചില മാധ്യമ പ്രവർത്തകർ RTI ആക്ടിവിസ്റ്റുകളൊക്കെ ആയി മാറിയിട്ട് സിസ്റ്റത്തെ ആക്രമിക്കുന്നതെന്നാണ്, ഇവർ പാറ്റകളെപ്പോലെയാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെച്ചത്. ഇതിനെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് അതൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയായിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ അകത്ത് തൃണമൂൽ നേതാക്കൾ അടക്കമുള്ളവർ വന്നിട്ട് അതിനെ ഫോളോ ചെയ്യുകയും അതോടെ വലിയ വാർത്താ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. നിലവിൽ അവരൊരു വെബ്സൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ അവർ പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ടിയുടെ ഒരു രീതി എന്ന മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരെയും ശബ്ദം എന്നൊരു ടാഗ് കൊടുത്തിട്ടാണ് ഇതിനെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മുമ്പ് നമ്മുടെ ആം ആദ്മി പാർട്ടിയിൽ വർക്ക് ചെയ്തിരുന്ന അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് ഇതിന് മുൻകൈ എടുത്ത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്ന കൂടിയിട്ട്. നിരവധി പേരാണ് ഈ പേജിന്, അതിപ്പോൾ എക്സ് കൂടാതെ ഇൻസ്റ്റഗ്രാമിലടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുകയും അതിനെക്കുറിച്ച് രസകരമായ വിമർശനങ്ങളും കമൻറ്റുകളും ഒക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇത്തരം വിമർശനങ്ങൾ വന്നതോടെ ഇതിൻ്റെ അകത്ത് തിരുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. താൻ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു അർത്ഥത്തിലല്ല താൻ പറഞ്ഞതെന്നാണ് ചീഫ് ജസ്റ്റിസ് പിന്നീട് വ്യക്തമാക്കിയത്. നമ്മളിതിലേക്കാണ് സാർ, മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് കൊണ്ടായിരുന്നതായിരുന്നു, പെട്ടെന്ന് രൂപം കൊണ്ടായിരുന്നു ഡിങ്കമതം എന്നും പറഞ്ഞൊരു പേജ് തുടങ്ങുകയും വലിയ രീതിയിൽ ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് ഒരു വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ആ വിമർശനം നമുക്കറിയാം, യുവാക്കളല്ല തൊഴിലില്ലാത്തവരാണ് ഇത്തരത്തിൽ സിസ്റ്റത്തെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണെന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ CJP എന്നുള്ള ഈ പാർട്ടി രൂപീകരിച്ചതിലൂടെ ചീഫ് ജസ്റ്റിസിന് തന്നെ മനസ്സിലായി താൻ പറഞ്ഞതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതുകൂടിയല്ലേ തെളിഞ്ഞു? ഓഫ് കോഴ്സ് അത് ശരിയാണ്. പക്ഷേ ഇത് ചീഫ് ജസ്റ്റിസിനെ ട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതികരണം എന്നതിനേക്കാൾ ഉപരി BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ ട്രോളാണ്. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു സംഗതി നമ്മൾ കാണേണ്ടത്. എന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അതിൽ നിന്നാണ് ഈ കോക്രോച്ച് എന്നുള്ളൊരു സാധനം വരുന്നത്. അത് വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് അതിൻ്റെ ലോഗോയിൽ പോലും ഒരു കോക്രോച്ചിനെയാണല്ലോ ഇതാക്കുന്നത്. ഈ കോക്രോച്ചിനെ പാറ്റാന്നല്ലേ നിങ്ങൾ പറയുന്നത്, പക്ഷെ നമ്മൾ വടക്കൻ മലബാറിൽ അതിന് കൂറാന്ന് പറയുക, അങ്ങനെയും പറയും. അപ്പോൾ കൂറ പാർട്ടി എന്ന് വേണമെങ്കിലും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇതിൽ തന്നെ നമ്മൾ കാണേണ്ടത് പച്ചയും ഇതുമാണ്, സാഫ്രനുമാണ്, ഗ്രീൻ ആൻഡ് സാഫ്രൻ. BJPയെ സൂചിപ്പിക്കുന്ന എല്ലാ ചിഹ്നങ്ങളോടും കൂടിയാണ് അതിൻ്റെ ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, BJPക്ക് കിട്ടിയ ഒരു ഭീകരമായ പണിയാണത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. BJP എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ എല്ലാം, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യയിലെ ഒരു എന്താ പറയുക, അത് സ്റ്റേറ്റ് മാത്രമായിട്ടല്ല, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഓരോ ശാഖകളും ഉൾപ്പെടുന്ന, ഇപ്പോൾ പാർലമെൻറ്റ് ഉണ്ടാവാം, എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, അതുപോലെ തന്നെ മീഡിയ, അതുപോലെ തന്നെ ജുഡീഷ്യറി, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മൊത്തം സിസ്റ്റത്തിനോടുള്ള അവരുടെ ഒരു ജൻസിയുടെ ഒരു റിയാക്ഷനാണിത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുന്നു. അപ്പോൾ ഇവരുടെ യോഗ്യതയായിട്ട് പറയുന്ന സാധനങ്ങളിൽ ഇത് വരുന്നുണ്ട്. ഏതാണ് അവർ ഡെമോക്രാറ്റിക് ആണ്, സെക്യുലറാണ്, അതൊക്കെ പറയുന്നത്. ഒപ്പമാണ് പറയുന്നത് ലേസി. അപ്പോൾ അത് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മുടെ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, ആം ആദ്മി പാർട്ടി പറയുന്ന നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ലോയറൊക്കെ, എനിക്കതിൽ കയറാൻ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള യോഗ്യതയില്ല, അത് ലേസി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീകരമായ ഒരു തമാശയും ട്രോളും ഇതുമെല്ലാം കലർന്ന ഒരു പ്രതിഭാസമായി അത് മാറുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ 3 മില്യൺ ഫോളോവേഴ്സ് അല്ലേ അത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ 3.5 ലക്ഷം പേർ അതിനകത്ത് സൈൻ ഇൻ ചെയ്യുന്നു. നമ്മുടെ മഹുവ മൈത്ര ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ധാരാളം പേര്, അതൊരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ തന്നെ ധാരാളം മൂവ്മെൻറ്റുകൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ നേപ്പാളിലുണ്ടായി, ബംഗ്ലാദേശിൽ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം മിസ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്ക്. ഇതിപ്പോൾ ശരിക്കും ഇത് ഓൺലൈൻ മാത്രമായിട്ടാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഒരു വെർച്വൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ തന്നെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ ഭരണാധികാരികളെ ഒട്ടൊന്നുമല്ല, കാര്യമായി തന്നെ അവരെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്.
കാരണം ഇത് മുഴുവൻ എങ്ങനെയും ഏത് സമയത്തും ചിലപ്പോൾ പൊട്ടി പുറപ്പെടാം, യാഥാർത്ഥ്യമായി തീരാം. ഈ പുതിയ തലമുറയുടെ രോഷം എന്ന് പറയുന്നത് കടുത്ത രോഷമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവരവരുടെ ഡോക്യുമെൻറ്റിൽ അവരുടെ സംഗതികളിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ കേവലമായി ഏതെങ്കിലും ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒന്നും പുറകെ പോയിട്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ നീതി പോലുള്ള ഒരു സംഗതിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും വരുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യുന്നു. അതില്ലാത്തൊരു നാടാണ് നമ്മുടേത്. ഹെയ്റ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിവിഷൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു എന്താ പറയുക, ജീവിച്ചു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള ഒരു മോചനം, അതിനോടുള്ള ഒരു പ്രതിഷേധം, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ആഹ്വാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇതിന് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി വന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ എന്തായി എന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. സമാനമായി ഇതുപോലുള്ള അരാഷ്ട്രീയമായ പ്രസ്ഥാനങ്ങളെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് ഫലത്തിൽ അതെന്തായി മാറും അന്തിമഘട്ടത്തിൽ നിന്നും നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിന് പിന്നിലുള്ള വികാരം എന്ന് പറയുന്നത് റിയലാണ്. അതിനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അത് തമാശയുടെ രൂപത്തിലായിക്കോട്ടെ മറ്റെന്തെങ്കിലും രൂപത്തിലായിക്കോട്ടെ പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു എന്താ പറയുക, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണണം. അങ്ങനെ ഒരു സംഗതി ഇന്ത്യൻ മനസാക്ഷിയിലുണ്ട്. ഈ കഴിഞ്ഞ 10-12 വർഷമായി തുടരുന്ന പല വിധത്തിലുള്ള ദുരനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവർക്കുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്ക്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജൻസി എന്ന് പറയുന്നത് ഒരു മോർ ദാൻ എ ക്വാർട്ടർ നമ്മുടെ ജനസംഖ്യയിൽ. ഇന്ത്യ തന്നെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി. അതിൽ തന്നെ മോർ ദാൻ എ ക്വാർട്ടർ ഈ ജൻസി ആണ്. അത് അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കിടയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്, നമ്മൾ ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഭയങ്കര തൊഴിൽ സാധ്യതകളിലൊക്കെ രാജ്യമായി ലോകത്തെ പിന്നെ 3ാമത്തെ എക്കോണമിയായി എന്നൊക്കെ ഇവരുടെ വീരവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. 29.1% ഇപ്പോഴും പിന്നെ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്കായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. നീറ്റ് എക്സാം നോക്കൂ, ഏറ്റവും ഉന്നതമായ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തപ്പെടുന്ന, വളരെ സെക്യൂരിറ്റിയോടുകൂടി നടത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഈ പിന്നെ പരീക്ഷകളുടെ അവസ്ഥ, അതുപോലെ തന്നെ പലതരത്തിൽ നിത്യേന ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇതെല്ലാം അവരെ അതിനെ പ്രേരിപ്പിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴാണ് ഈ കോക്രോച്ച് വിളി കേൾക്കുന്നത്. അപ്പോൾ കോക്രോച്ചിനെ കുറിച്ച് അതിൽ തന്നെ പറയുന്നു, കോക്രോച്ച് എവിടെയാണ് ഉണ്ടാവുന്നത്? ഈ പിന്നെ ചീഞ്ഞളിഞ്ഞ സ്ഥലത്താണ്, അല്ലെങ്കിൽ പിന്നെ ഈ അഴുക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കോക്രോച്ച് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. അല്ലാതെ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, കോക്രോച്ചാണ് ഞങ്ങൾ, പക്ഷേ അഴുക്കാണ് ചുറ്റും. ആ അഴുക്കിനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴത് 5.4 മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ടാകുന്നില്ല. അജിംസ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഒരു അരാഷ്ട്രീയമായ ഒരു പ്രസ്താവനയായിരുന്നു. അതോടൊപ്പം തന്നെ അതിനെതിരെ രൂപപ്പെട്ട ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ രൂപപ്പെട്ടതിൻ്റെ ഒരു ആകെത്തുക രാഷ്ട്രീയ തന്നെ മുന്നോട്ട് വെക്കുന്നത്. നമ്മളിപ്പോൾ ആം ആദ്മി മുന്നിലുണ്ട്. ഇപ്പോൾ TVKയുടെ വിജയത്തെ പോലും അതിൻ്റെ ഒരു ആശയ അടിത്തറയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മൂവ്മെൻറ്റ്, സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും നാളെ ഏതെങ്കിലും വിധത്തിൽ സർക്കാർ ഇതിനെ പേടിക്കേണ്ടി വരുമോ, സർക്കാർ ഇതിനെ പൂട്ടിക്കെട്ടുമോ എന്നൊക്കെ കൂടിയിട്ടുള്ള ആശങ്കകൾ കൂടിയിട്ട് ഉണ്ട്. സർക്കാർ ഇതൊരു എന്താണ്, ഒരു യഥാർത്ഥ സ്വഭാവത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് സ്വഭാവത്തിലുള്ളൊന്നല്ല, സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ചീഫ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതിൻ്റെ ആ സർക്കാസത്തിൻ്റെ കുന്തമുന കോടതിയല്ല. കോടതിയുണ്ട് അതിൽ, അത് കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. അങ്ങനെ അതിൽ പറയുന്ന കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വിരമിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനും ഞങ്ങൾ രാജ്യസഭാ അംഗത്വം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കോടതിക്കെതിരുള്ളത് മാത്രമല്ലോ, ഭരണകൂടത്തിനെതിരുള്ള കൂടിയാണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്. മൊത്തം GDPയുടെ ഇത്ര % ഞങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&Dക്ക് വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ പഠിക്കുന്നത് ബോസ്റ്റണിലാണ്, US ബോസ്റ്റണിലാണ് പഠിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ കേരളത്തെക്കുറിച്ചാണ് ആശങ്ക പറയുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ ഏത് വിധേനയും ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആളുകൾ, ഗവേഷക വിദ്യാർത്ഥികൾ, ഒരാളും ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ മേഖലയിലുള്ള ഒന്നും ഇന്ത്യയിൽ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പോലും അഡ്മിഷൻ നേടേണ്ടതില്ല, അവിടെ നിൽക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ റിയലാണ്. അത് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് വരുന്ന ഡിക്കേഡ്സിലുണ്ടാക്കും.
കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ പ്രീമിയർ സ്ഥാപനങ്ങൾ മുഴുവൻ ജാതിയുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പേ അതങ്ങനെയാണ്, ഇന്ന് അതൊരു രൂക്ഷമാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 12 വർഷമായി മോദി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സയൻസ് ശാസ്ത്ര മേഖലയ്ക്കും ഗവേഷണ മേഖലയ്ക്കും 10 പൈസ നീക്കി വയ്ക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മുഴുവൻ റെപ്യൂട്ടേഷൻ ഇടിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി തൊഴിലിൻ്റെ സാഹചര്യം, ഈ രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത്. യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഒരുപക്ഷെ ഇന്ത്യയിലെ അതിൻ്റെ അയൽവാസികളായ അയൽ രാജ്യങ്ങളെക്കാൾ, ഇപ്പോൾ ചൈനയാവട്ടെ മറ്റ് അയൽ ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മോശമാണ് ആ കാര്യത്തിൽ ഇന്ത്യ. ഈ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കണക്ക് നമ്മൾ ഇവിടുത്തെ കണക്കെടുത്തിട്ടല്ല കേട്ടോ പറയുന്നത്. അത് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ADB-യുടെയും ഒക്കെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ മോശമാണ്. ഇനി ഇന്ത്യയിൽ പഠിച്ചാൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ജെൻസി കുട്ടികളോടോ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യയിൽ എന്ത് പഠിച്ച് എന്ത് ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും കുട്ടി എനിക്ക് ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്? ഇല്ല. ഞാൻ സംസാരിക്കുന്ന ആ ഏജ് ഗ്രൂപ്പിലുള്ള മുഴുവൻ കുട്ടികളും എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം അവർ ഇന്ത്യയെ ഒരു ആശയറ്റ രാജ്യമായി തന്നെ അവർ കാണുകയാണ്. പുതിയ തലമുറ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആ പ്രതീക്ഷയില്ലായ്മ, ആ ഫ്രസ്ട്രേഷൻ, അതാണ് അവർ ഇങ്ങനെ സർക്കാസായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ റിയലായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, ഈ സർക്കാസം ഇത് ലക്ഷ്യം വയ്ക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്ന അർബൻ യൂത്താണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള യൂത്ത് ഉണ്ട്. അവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. ഒന്ന്, കാർഷിക മേഖല തകരുന്നു, കാർഷിക മേഖലയിൽ ജോലി സാധ്യത ഇല്ലാതാവുന്നു. എന്നാൽ ഈ ഉൽപ്പാദന മേഖല, കാർഷിക ഉൽപ്പാദന മേഖല മറ്റൊരു ഭാഗമായ വ്യവസായ മേഖലയിൽ ഒരു തരത്തിലുള്ള വളർച്ചയില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയുടെ വ്യവസായ മേഖലയിൽ വളർച്ച നോക്കുക, താഴോട്ടാണ്. അപ്പോൾ അവിടെയും ഒരു സാധ്യതയുമില്ല. പിന്നെ എന്ത് ജോലി ചെയ്ത് ജീവിക്കും? എന്ത് ജോലി ചെയ്ത് യുവാക്കൾ ജീവിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇനി പട്ടാളത്തിൽ ചേരാമെന്ന് വെച്ചു, അവിടെ ചെല്ലുമ്പോൾ അഗ്നിവീർ പദ്ധതി നടപ്പാക്കുകയാണ് അവിടെ. ഇത് ഇന്ത്യയിലെ യുവാക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് ഈ 10 വർഷം, ഈ കഴിഞ്ഞ 12 വർഷം മോദി ഭരിച്ചതിൻ്റെ അലയൊലികൾ, അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന ഒരു 50 വർഷത്തേക്കായിരിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇന്ത്യയിൽ യുവാക്കൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് ഒളിച്ചാണെങ്കിലും മെക്സിക്കോ വഴിയൊക്കെ കാൽനടയായിട്ടാണെങ്കിലും പോകുന്നത് ഏത് സംസ്ഥാനം എന്നാണെന്ന് അറിയാം? ഗുജറാത്തിൽ നിന്നാണ്. ഇപ്പോൾ മോദി 10-15 വർഷം ഭരിച്ച് സ്വർഗമാക്കിയ സംസ്ഥാനത്ത് നിന്ന് എന്തിനാണ് ഗുജറാത്തികൾ അമേരിക്കയിലേക്ക് മരിച്ചിട്ടായാലും കാനഡ വഴി തണുപ്പത്തോടെയൊക്കെ നടന്ന ആളുകൾ മരിക്കുകയാണ് ഗുജറാത്തിൽ പോകാൻ, അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി. എന്തിനാണ് ആളുകൾ പോകുന്നത്? അത് ഇന്ത്യ ഒട്ടും അങ്ങനെ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും യുവാക്കൾക്കില്ലാത്ത ഒരു രാജ്യമായി മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ യുവാക്കൾ ആ അർത്ഥത്തിൽ കൂടുതൽ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ വരണം, ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള വിഷ്വൽസ്, വീഡിയോസ്, റീൽസ് രാഹുൽ ഗാന്ധിയുടേതാണ്. അദ്ദേഹം സംസാരിക്കുന്നതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ഷിഫ്റ്റ് എവിടെ പ്രതിഫലിക്കുന്നില്ല? ബാലറ്റ് ബോക്സിൽ പ്രതിഫലിക്കുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഏത് സമയത്താണ് എനിക്ക് കേന്ദ്ര സർക്കാർ പൂട്ടിക്കെട്ടുക എന്നറിയില്ല.